ആ ചലച്ചിത്ര ജീവിതം അവസാനിക്കുമ്പോൾ ബാക്കിയാവുന്നത് അനശ്വരമായ കഥാപാത്രങ്ങളാണ്, കഥാമുഹൂർത്തങ്ങളാണ്. ഇപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിലാണ് ശ്രീനിവാസൻ. മുബഷീർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മുബഷീർ, ആംബുലൻസിൽ ഇപ്പോൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എപ്പോഴേക്കായിരിക്കും വീട്ടിലേക്ക് എത്തിക്കുക? വീട്ടിൽ പൊതുദർശനം ഉണ്ടാകുമോ? എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ആംബുലൻസ് ഇപ്പോൾ മരട് പിന്നിട്ടിരിക്കുന്നു. വഴിവക്കിലൊക്കെ തന്നെ നിരവധി ആളുകൾ പ്രിയപ്പെട്ട മലയാളത്തിന്റെ സ്വന്തം ശ്രീ അവസാനമായിട്ടൊരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് സുജയ. ഈ വാഹനങ്ങളിലൊക്കെ തന്നെ, ഇരുചക്ര വാഹനങ്ങളിലൊക്കെ തന്നെ വന്ന് ഈ ആംബുലൻസിലേക്ക് എത്തി നോക്കുന്ന കാഴ്ചയൊക്കെ തന്നെ മലയാളികൾ എത്രത്തോളം ശ്രീനിവാസനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് അടിവരയിടുന്ന കാഴ്ചകൾ തന്നെയാണ്. നേരത്തെ 1 മണിയോടുകൂടിയായിരുന്നു പൊതുദർശനം എറണാകുളം ടൗൺ ഹാളിൽ ആരംഭിച്ചിരുന്നത്. കൃത്യം 1 മണിക്ക് തന്നെ മൃതദേഹം അവിടെ എത്തിച്ചിരുന്നു. 3 മണിയോടുകൂടി മൃതദേഹം അവിടെ നിന്നും ഇറക്കി തിരിച്ച് തൃപ്പൂണിത്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതായിരുന്നു ഈ കുടുംബക്കാരൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ വലിയ ജനത്തിരക്ക്, ഒരുപക്ഷെ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെ നിരവധി ആളുകൾ ശ്രീനിവാസൻ അവസാനമായിട്ടൊരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തിയത് കൊണ്ടായിരിക്കണം സമയം 4 മണിയോടടുത്ത സമയത്താണ് അവിടെ നിന്നും ഭൗതികദേഹം ഇറക്കുന്നത്. ഇപ്പോൾ മരണവും പിന്നിട്ട് തൃപ്പൂണിത്തറയിലേക്ക് ആംബുലൻസ് കടന്നു പോകുന്ന കാഴ്ചയാണ്. നിരവധി ആളുകളൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രീനിയെ കാണുന്നതിന് വേണ്ടി വഴിവക്കിൽ കാത്തു നിൽക്കുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ ഈ ആംബുലൻസിനെ പിന്തുടരുന്നു. വീട്ടിലേക്ക് എത്തി അവിടെ എത്തി അവസാനമായിട്ടൊരു നോക്ക് കാണുന്നതിന് വേണ്ടിയൊക്കെ തന്നെ പിന്തുടരുന്ന കാഴ്ച തന്നെയാണ് സുജയ. മലയാളികൾ അത്രത്തോളം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കലാകാരന്റെ വിയോഗം എത്രത്തോളം വേദനയാണ് കേരളീയ സമൂഹത്തിൽ, കലാലോകത്തുണ്ടാക്കിയതെന്ന് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നുണ്ട്. നേരത്തെ മരണത്തെക്കുറിച്ച് ശ്രീനിവാസൻ പറഞ്ഞ വാക്കുകൾ ഈ ഒരു ഘട്ടത്തിൽ ഓർത്തുപോവുകയാണ്. നമ്മൾ പർവ്വതീകരിച്ച് കാണേണ്ട വലിയൊരു സംഭവം ഒന്നും തന്നെയല്ലല്ലോ മരണം എന്നുള്ളതായിരുന്നു 2019 അദ്ദേഹത്തിന് ഒരു ശാരീരിക അസ്വസ്ഥതയുണ്ടായ ഘട്ടത്തിൽ ശ്രീനിവാസൻ അന്ന് പറഞ്ഞിരുന്നത്. 2019 ദേഹാസ്വസ്ഥമുണ്ടായപ്പോൾ ശ്രീനിവാസനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ആരോഗ്യമൊക്കെ തന്നെ വീണ്ടെടുത്ത ഘട്ടത്തിലായിരുന്നു അത്തരമൊരു വാചകം പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിടചൊല്ലി പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഉറക്കെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പലതരത്തിലുള്ള യാഥാസ്ഥിക ചിന്തകളെ ഉൾപ്പെടെ പൊളിച്ചെഴുത്തുന്ന രീതിയിലുള്ള സിനിമകൾ അദ്ദേഹം അവതരിപ്പിച്ച് മലയാളികൾക്ക് മുമ്പിൽ ഒരു അത്ഭുതമായി നിലകൊണ്ടിരുന്ന കലാകാരൻ ഇവിടെ നിന്നും വിട പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച ആ വാക്കുകൾ തന്നെയാണ് ഇവിടെ ബാക്കിയാകുന്ന സുജയ. 24 മണിക്കൂർ കഴിഞ്ഞാണ് അദ്ദേഹം ബോധത്തിലേക്ക് തിരിച്ചു വന്ന് 2019 സമാന സ്ഥിതിയുണ്ടായ ഘട്ടത്തിൽ അത്തരത്തിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ അവതരിപ്പിച്ച, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ പല സിനിമാ കഥാപാത്രങ്ങളിലൂടെ പറഞ്ഞു വെച്ച പല വാക്കുകൾ, ഡയലോഗുകൾ ഇപ്പോഴും തലമുറകൾക്കിപ്പുറത്തും ഏറ്റുപറയുന്നത് അത്രത്തോളം അനശ്വരം ആ എഴുത്തുകളുടെ ശക്തി തന്നെയായിരുന്നു. എന്തായാലും ശ്രീനിവാസനെ കാണാനും വേണ്ടിയുള്ള ഒരു ഒഴുക്ക് തൃപ്പൂണിത്തറയിലെ വീട്ടിലും ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ഗതാഗത നിയന്ത്രണം, സുരക്ഷയുൾപ്പെടെ പോലീസ് അതുകൊണ്ട് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും 4:30 തന്നെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരും. ഓക്കെ, വിവരങ്ങൾ നൽകിയത് മുബഷീർ പി അക്ബറാണ്. വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ്, ആ വഴിയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ.